ന്യൂജേഴ്സിയിൽ ജൂൺ 15 കുരുക്ഷേത്ര. മിത്രാസ് ഫെസ്റ്റിവൽ ആൻഡ് അവാർഡ് നൈറ്റ് നോർത്ത് അമേരിക്കയിലെ കലാ ആസ്വാദകർക്ക് ഒരു ആഘോഷമാണ്. So many talented artists and so many talented team over there. 2011 തുടക്കം കുറിച്ച മിത്രാസ് ഗ്രൂപ്പ് ഒന്നിടവിട്ട വർഷങ്ങളിൽ സംഘടിപ്പിക്കുന്ന ശാസ്ത്രീയ നൃത്തത്തിൽ അധിഷ്ഠിതമായ പരിപാടിക്കും മികച്ച വരവേൽപ്പാണ് ലഭിച്ചു വരുന്നത്. മുൻ വർഷങ്ങളിൽ അവതരിപ്പിച്ച രസവികൽപ്പം, ബയാമി എന്നീ നൃത്തരൂപങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യതയാണ് ഇക്കുറി മഹാഭാരതത്തെ ആസ്പദമാക്കി കുരുക്ഷേത്ര എന്ന നൃത്ത ആവിഷ്കാരവുമായി പ്രേക്ഷക സമക്ഷം എത്താൻ മിത്രാസിന് കരുത്തു പകരുന്നത്. ന്യൂജേഴ്സിയിൽ ജൂൺ 15 വൈകിട്ട് 5 മണിക്ക് റോസൻ പെർഫോമിംഗ് ആർട്സ് സെന്ററിൽ നടക്കുന്ന ഷോയുടെ ടിക്കറ്റുകളുടെ വിൽപ്പന ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളിലേതിന് സമാനമായി ഇത്തവണയും ഷോ ഹൗസ്ഫുൾ ആയിരിക്കുമെന്ന പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് ടിക്കറ്റുകൾ വിറ്റഴിയുന്നത്. ലോകോത്തര പ്രകടനങ്ങൾ പ്രാദേശിക വേദിയിലേക്ക് കൊണ്ടുവരാനുള്ള അവിശ്വസനീയമായ കഴിവിന് വളരെ കാലമായി അറിയപ്പെടുന്നവരാണ് മിത്രാസ്. സാംസ്കാരിക കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും പ്രാദേശിക കലാകാരന്മാരെ പരിപോഷിപ്പിക്കുന്നതിലുമുള്ള ജൈത്രയാത്ര തുടരുന്ന മിത്രാസ് ഗ്രൂപ്പിന്റെ തൊപ്പിയിലെ മറ്റൊരു പൊൻതൂവലായി കുരുക്ഷേത്രം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പുരാതന ഇന്ത്യയിലെ മഹാകാവ്യങ്ങളിലൊന്നായ മഹാഭാരതം, അതിൽ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള മഹായുദ്ധം നടന്ന യുദ്ധക്കളമാണ് കുരുക്ഷേത്ര. യുദ്ധത്തിനേക്കാൾ ഉപരി കഥാപാത്രങ്ങൾ നേരിടുന്ന ധാർമ്മികവും ആത്മീകവുമായ പോരാട്ടങ്ങളുടെയും പ്രതീകമാണ്. ജീവിതം, കടമ, നീതി, ഭക്തി എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള പാഠങ്ങളാണ് ഈ മഹാകാവ്യം പകർന്നു തരുന്നത്. കാണികളുടെ മനം കവരാനുള്ള എല്ലാവിധ പൂർത്തീകരണങ്ങളും അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞതായി മിത്രാസ് ഡയറക്ടർ സ്മിത ഹരിദാസ്, പ്രവീണ മേനോൻ, ജംസൺ കുര്യാക്കോസ്, ശാലിനി രാജേന്ദ്രൻ, ശോഭ ജേക്കബ് എന്നിവർ അറിയിച്ചു. ഈ വേദിയിൽ അണിനിരക്കാൻ പോകുന്ന കലാകാരന്മാർ ദൂരെ നിന്നും കൊണ്ടുവന്ന പ്രൊഫഷണലുകളല്ല. $1 പോലും പ്രതിഫലം വാങ്ങാതെ നമ്മുടെ കലയെയും സംസ്കാരത്തെയും പരിപോഷിപ്പിക്കുവാൻ ഒരേ മനസ്സോടെ ഒത്തുചേരുന്ന ഇവർ ഓരോരുത്തരും നോർത്ത് അമേരിക്കയിൽ നിന്നുള്ളവർ തന്നെയാണ്. നാട്ടിലേതുപോലെ തങ്ങളിലുള്ള കല പ്രകടിപ്പിക്കാൻ വേദിയില്ലെന്ന സങ്കടം ഉള്ളിലൊതുക്കി കഴിയുന്ന അമേരിക്കയിലെയും കാനഡയിലെയും കലാകാരന്മാർക്ക് മിത്രാസ് ഒരുക്കുന്നത് ഒരു ലോകോത്തര പ്ലാറ്റ്ഫോമാണ്. ശാസ്ത്രീയ നർത്തകരുടെയും സംഗീതജ്ഞരുടെയും ഇഷ്ടവിഷയം രാമായണമാണ്. രാമന്റെയോ സീതയുടെയോ കഥ പറഞ്ഞു പോകുന്നത് പോലെ എളുപ്പമല്ല ഏറെ സങ്കീർണതകളുള്ള മഹാഭാരതത്തിൽ കൈവെക്കുന്നത് എന്നതാണ് ഇതിന്റെ കാരണം. പറഞ്ഞു പോകാൻ എളുപ്പമല്ല എന്ന വെല്ലുവിളി ഏറ്റെടുത്ത് അത് പൂർത്തീകരിക്കാൻ സാധിച്ചതിന്റെ സന്തോഷം മിത്രാസ് ഗ്രൂപ്പ് ചെയർമാൻ രാജൻ ചീരൻ പങ്കുവച്ചു. മഹാഭാരതത്തെ പൂർണ്ണമായും അവലംബിച്ചുകൊണ്ടൊരു നൃത്ത ആവിഷ്കാരമോ സംഗീത ആവിഷ്കാരമോ ലോകത്ത് തന്നെ ഇതാദ്യമാണ്. 18 സീനിയർ ആർട്ടിസ്റ്റുകളും അമേരിക്കയിൽ ജനിച്ചു വളർന്ന 12 നൃത്ത വിദ്യാർത്ഥികളും ചേർന്നുള്ള 2 മണിക്കൂർ ദൈർഘ്യമുള്ള പ്രകടനം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഭരതനാട്യം എന്ന നൃത്തരൂപത്തെ കൂടുതൽ ജനകീയമാക്കുന്നതിനുള്ള എളിയ ശ്രമം കൂടിയാണിത്. ഭരതനാട്യത്തിലൂടെ പാണ്ഡവർക്കും കൗരവർക്കും ഇടയിൽ നടന്ന 18 ദിവസങ്ങൾ നീണ്ടുനിന്ന യുദ്ധം മാത്രമല്ല കുരുക്ഷേത്ര കാണികൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് മിത്രാസിൻ്റെ ഡാൻസ് ക്യാമ്പിലാണ്. എൻ്റെ കൂടെ ഉള്ളത് ഡയറക്ടർ സ്മിത ഹരിദാസ് ആണ്. കൂടെ ഓഫ് കോഴ്സ് ശാലിനി രാജേന്ദ്രൻ കൂടെയുണ്ട്. ഷീ ഈസ് അസിസ്റ്റിംഗ് ദ ടീം ആസ് വെൽ. എങ്ങനെയാണ് ഇപ്രാവശ്യത്തെ പ്രിപ്പറേഷൻസ് ആസ് ദ ഡാൻസർ സിംഗർ എല്ലാവരും കാണുന്നുണ്ടല്ലോ. സോ ഗിവ് us some hint about what is coming up. ഹിൻറ്റ് അധികമൊന്നും തരില്ല ബിക്കോസ് ദാറ്റ് സംതിങ് ദാറ്റ് ഇറ്റ്സ് എ സർപ്രൈസ് ആൻഡ് യു ഹാവ് ടു കം ആൻഡ് സീ ഇറ്റ്. എല്ലാവരും അത് വന്ന് കാണേണ്ട ഒരു പ്രൊഡക്ഷനാണ്. ഇത് ഞങ്ങളുടെ 3rd രസവികൽപ്പം കേട്ടില്ലേ? ഇത് നമ്മുടെ 3rd പ്രൊഡക്ഷനാണ്, രസവികൽപ്പം 3. ഇത് കുരുക്ഷേത്ര ദ ഇറ്റേണൽ കോൺഫ്ലിക്റ്റ് ആണ് നമ്മൾ കാണിക്കണത്. ഇവിടെ ഇതുവരെ ആരും കാണിക്കാത്ത അല്ലെങ്കിൽ ആരും അറ്റംപ്റ്റ് ചെയ്യാത്ത ഒരു ഡാൻസ് പ്രൊഡക്ഷനാണ്. ആൻഡ് ഐ തിങ്ക് ഞങ്ങളുടെ ഗുരു RLV ആനന്ദ് മാഷ് ഹി ഹാസ് ടേക്കൺ ഇറ്റ് ആസ് എ ചാലഞ്ച് ആൻഡ് ഐ തിങ്ക് വി വിൽ ഡു ഗുഡ്. വ്യാസനും ഗണപതിയും മഹാഭാരതം രചിക്കുന്നതിൽ തുടങ്ങി ഗംഗയും ശന്തനുവും കണ്ടുമുട്ടുന്നത്, ഭീഷ്മരുടെ ജനനം, ശന്തനുവിൻ്റെയും സത്യവതിയുടെയും വിവാഹം, അംബ, അംബിക, അമ്പലികമാർ, പാണ്ഡു, ധൃതരാഷ്ട്രർ, വിദൂരർ എന്നിവർ ജനിക്കുന്നത്, ഗാന്ധാരി ധൃതരാഷ്ട്രരെയും കുന്തി പാണ്ഡുവിനെയും വിവാഹം ചെയ്യുന്നത്,
പാണ്ഡവരുടെയും കൗരവരുടെയും ജനനം, ആയോധന കല അഭ്യസിക്കുന്നത്, അരക്കില്ലം കത്തിക്കുന്നത്, കാട്ടിലേക്കുള്ള യാത്രയിൽ ഭീമൻ ഹിഡുംബിയെ കണ്ടുമുട്ടുന്നത്, അവിടെ നിന്നും തിരിച്ചു വന്ന ശേഷമുള്ള പാഞ്ചാലി സ്വയംവരം, സ്ഫടിക കൊട്ടാരത്തിലേക്കുള്ള വരവ്, ചൂതുകളിയിൽ പാഞ്ചാലി അപമാനിതയാകുന്നത്, വനവാസം, അജ്ഞാതവാസം, കീചകാവധം, ഹസ്തനിപുരിയിൽ എത്തിയ ശേഷം ഭഗവാൻ കൃഷ്ണൻ നടത്തുന്ന സമാധാന സന്ദേശം, യുദ്ധപ്രഖ്യാപനം, കുരുക്ഷേത്ര യുദ്ധത്തിലെ പ്രധാന മരണങ്ങൾ, ഭീഷ്മർ ശരശയിൽ കിടക്കുന്നത് എന്നിങ്ങനെ പ്രധാനമായ ഏടുകളെല്ലാം അവതരിപ്പിക്കുന്നുണ്ട്. ഗാന്ധാരി വിലാപത്തിന്റെ സമയത്ത് ഗാന്ധാരിയും പാഞ്ചാലിയും തമ്മിൽ നടത്തുന്ന സംഭാഷണമാണ് ക്ലൈമാക്സ്. യുദ്ധം കൊണ്ട് ലാഭമാണോ നാശമാണോ ലോകത്തുണ്ടാകുന്നതെന്ന് അവർ തമ്മിൽ നടത്തുന്ന വിശദീകരണം കാലിക പ്രസക്തിയുള്ളതാണ്. നാട്യാചാര്യൻ RVL ആനന്ദിന്റെ നൃത്ത സംവിധാനവും ശാസ്ത്രീയ സംഗീതത്തിൽ പ്രതിഭ തെളിയിച്ച ഇടപ്പള്ളി അജിത്തിന്റെ സംഗീതവും നിമേഷ് ശർമ്മയുടെ വരികളും കുരുക്ഷേത്രയെ അവിസ്മരണീയമാക്കിയ തലത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡാൻസ് ക്യാമ്പിൽ നമ്മുടെ പല സ്റ്റേറ്റിൽ നിന്ന്, എസ്പെഷ്യലി ട്രൈ സ്റ്റേറ്റിലായാലും അതിന് പുറത്തുള്ള ഏതെങ്കിലും സ്റ്റേറ്റ് ആയാലും നമ്മൾ പാർട്ടിസിപ്പൻസ് ഇതിനകത്തുണ്ട്. വെളുപ്പിന് 4 മണിക്കും അല്ലെങ്കിൽ 5 മണിക്കൊക്കെ എഴുന്നേറ്റ് രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെയാണ് പ്രാക്ടീസുകൾ പോണത്. നമുക്ക് മാഷിനോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. മാഷെ, നാട്ടിലും കുറേ കുട്ടികളെ അഭ്യസിപ്പിച്ചിട്ടുണ്ട്, ഇപ്പോൾ അമേരിക്കയിൽ വന്നിട്ട് ഇവരെയൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണു. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെ പോകണു പ്രാക്ടീസൊക്കെ? നമസ്കാരം. നാട്ടിൽ നിന്ന് ഞാൻ സത്യം പറഞ്ഞ് ഇപ്രാവശ്യം വന്നപ്പോൾ വളരെ ടെൻഷനോട് കൂടിയിട്ടാണ് വന്നത് അവിടേക്ക്. കാരണം ഇത്രയും വലിയൊരു പ്രൊഡക്ഷനാണ് മഹാഭാരതം ചെയ്യാമെന്ന് പറ്റുമെന്ന് പറഞ്ഞാൽ. ആദ്യത്തെ മ്യൂസിക് കോമ്പോസിഷനാണ്. ഡാൻസ് കൊറിയോഗ്രാഫി സെക്ഷനിലും എനിക്ക് ഭയങ്കര റിസ്ക് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കുട്ടികൾ, ഈ ബാക്കിൽ നിൽക്കുന്ന എല്ലാ കുട്ടികളുടെയും ഹാർഡ് വർക്ക് കൊണ്ട് ഇത് മാക്സിമം ഭംഗിയാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം. ഞങ്ങൾ വളരെ നിസ്സാര ദിവസങ്ങളേ ഉള്ളൂ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ മിത്രാസിൻ്റെ ടീമിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം കൂടെ ആയിപ്പോൾ കഴിഞ്ഞ് ഇത് മാക്സിമം ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും പ്രോഗ്രാം കാണാൻ വരിക. എൻ്റെ 24ാമത്തെ പ്രൊഡക്ഷനാണ്. സ്റ്റേജിൽ നിങ്ങൾക്ക് കാണുന്ന ഒരു സിനിമ കാണുന്ന വിധത്തിലാണ് എൻ്റെ കോറിയോഗ്രാഫി എല്ലാം ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിന് മാക്സിമം വിജയിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രസൻസും കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ അമേരിക്കയിലുള്ള എല്ലാ ഓഡിയൻസിനും കൊണ്ടുവരുന്നത് നിങ്ങളുടെ ഡ്യൂട്ടി ആയിരിക്കണം. നിങ്ങളെല്ലാവരും ഹോള് നിറച്ച് ഓഡിയൻസിന് തരണം. മാക്സിമം ഞാനും എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും കൂടി മാക്സിമം പെർഫോം ചെയ്യുന്നുണ്ട്. മാഷ് പറഞ്ഞു ഒരു മൂവി കാണുന്ന അല്ലെങ്കിൽ സിനിമ കാണുന്ന പ്രതീതിയായിരിക്കുന്നു പറഞ്ഞു. രസവികൽപ്പം 2 ചെയ്തു. നമുക്ക് വളരെ കുറച്ച് ഓഡിയൻസിനെ, ഒരു 100-500 ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. എങ്ങനെ പോകുന്നു ഈ പ്രാവശ്യത്തെ പ്രൊഡക്ഷൻസ്? ടിക്കറ്റ് സെയിലൊക്കെ എങ്ങനെ പോകുന്നു? പ്രൊഡക്ഷനൊക്കെ നന്നായിട്ട് പോകുന്നു. മാഷ് പറഞ്ഞ പോലെ മാഷ് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. മാഷ് എത്ര കോൺഫിഡൻസ് ഉണ്ടോ അത്രയാണ് നമ്മുടെയും കോൺഫിഡൻസ്. ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ് ഓഡിയൻസിൻ്റെ അടുത്ത്. ക്ലാസിക്കൽ ഡാൻസിന് നോർത്ത് അമേരിക്കയിൽ ഇത്രയും ആൾക്കാരുണ്ടെന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവാണ്. നമ്മളെ ടിക്കറ്റുകളെല്ലാം 1 മാസം മുന്നേ സോൾഡ് ഔട്ടായി. അപ്പോൾ എല്ലാവരും വെയിറ്റിങ്ങിലാണ്. ആ ഒരു പ്രഷർ നമുക്കുണ്ട്. കാരണം ഇത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്യുമ്പം ഈ പ്രൊഡക്ഷൻ എത്ര നന്നാവും എന്നുള്ളത് അവർക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ജോലിയാണ്. അതിൻ്റെ ഒരു പ്രഷറും ടെൻഷനും ഉണ്ട്. അത് എനിക്ക് മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന ഈ 30 ആൾക്കും അല്ലെങ്കിൽ 32 ആൾക്കും അതിൻ്റെ ടെൻഷനുണ്ട്. നന്നായിട്ട് പ്രിപ്പറേഷൻസൊക്കെ നന്നായിട്ട് പോകണം. ജൂൺ 15-ാം തീയതി നിങ്ങളെല്ലാവരും ഉദ്ദേശിക്കുന്ന രീതിയിലൊരു പ്രൊഡക്ഷൻ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും എന്നുള്ളത് ഞങ്ങളുടെ വാക്കാണ്. ഇതുവരെ 2 രസവികൽപ്പത്തിന് നിങ്ങൾക്ക് തന്നുള്ള സപ്പോർട്ട് ഈ 3ാമത്തേന് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഡെഫിനറ്റ്ലി ഞങ്ങൾ ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യും. താങ്ക് യു. മിത്രാസിൻ്റെ എല്ലാമായ രാജൻ, മിത്രാസ് രാജൻ എന്നറിയപ്പെടുന്ന രാജൻ ഇത് പറഞ്ഞാൽ അതിലൊരു വ്യത്യാസം ഉണ്ടാവില്ല എന്ന് ഞങ്ങളും പറയുകയാണ്. നമുക്ക് ഷിറാസിനോടും കൂടെ ഒരു വാക്ക് ചോദിക്കാം. ഡോക്ടർ ഷിറാസ് ഇവിടെയുണ്ട്. പ്രിപ്പറേഷൻസിൻ്റെ കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഈ വർഷത്തെ ഇനി എല്ലാവർക്കും അതിശയമായിട്ട് കാണാൻ പറ്റാവുന്ന ഒരു മൂവി രൂപത്തിലാണെന്ന് മാഷും പറഞ്ഞു കഴിഞ്ഞു. എന്ത് തോന്നുന്നു പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട്? It's a challenge accepted, and we are presenting to you the eternal conflict of Kurukshetra. Be there. താങ്ക് യു. നമ്മുടെ ഡയറക്ടേഴ്സ്, ഡാൻസ് ഡയറക്ടേഴ്സും അതുപോലെ മ്യൂസിക് ഡയറക്ടറും അതുപോലെ മാഷും നമ്മുടെ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഓർക്കസ്ട്ര ടീമിൽ നിന്ന് റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ വിഷ്ണു ഇവിടെയുണ്ട്. അപ്പോൾ വൺസ് അഗെയിൻ പ്ലീസ് ജോയിൻ us on June 15th. പരമ്പരാഗതവും സമകാലികവുമായ ഘടകങ്ങൾ സംയോജിപ്പിച്ച് ഒരു സുഗമവും ആശ്വാസകരവുമായ അനുഭവം കാണികളിൽ സൃഷ്ടിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ആവിഷ്കാരമെന്ന് മിത്രാസ് ഗ്രൂപ്പ് പ്രസിഡന്റ് ഷിറാസ് അഭിപ്രായപ്പെട്ടു.